ഇതേ നായ അവിടെ ഉണ്ട് ഗൈസ്. പക്ഷെ അവനറിയാം ഗേറ്റ് കടന്ന് വരുന്നുള്ള അവനറിയാം. അതുകൊണ്ട് ആരും ഓടണം കേട്ടോ, വരില്ല. അവനറിയാം, അവൻ ആ ഗേറ്റ് വരെ വരുള്ളൂ. ഗേറ്റ് വരെ വരുള്ളൂ ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. അവനറിയാം ഒരിക്കലും ഓടാൻ പാടില്ല ഗൈസ്. ഞാൻ കണ്ട ഓടാൻ പാടില്ല. ഓടിയ വഴി ഓടുക. ഓക്കെ, ഇല്ലല്ല, ലുബ്ലിയാന സൈഡിലേക്കാണ് ട്രെയിൻ. വേറെ കൺട്രിയിലേക്ക് ഇത് പോയിട്ട് കണക്ട് ചെയ്ത് പോകണം തോന്നുന്നു. മാരിബറൊക്കെ പോയിട്ട് പോകണം തോന്നുന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവാണ് ഗൈസ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടി നടക്കാൻ പാടുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വ്യൂവിലെത്തി ഗൈസ്. നെയിൽ ഗൈസ്, 6 മണിക്ക് നെയിൽ. റോട്ടിൽ ഇതേ നെയിൽ പോകും. ഇത് 3 ആളുടെ ഉണ്ട് ഗൈസ്. നമുക്കിനി നമ്മളൊരു 1.5 കിലോമീറ്റർ കവറായെന്ന് തോന്നുന്നു. നമുക്കൊരു 1.5 കിലോമീറ്റർ കൂടെ എന്തുണ്ട്, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ട്. സൈക്കിളേഴ്സ് ഉണ്ട് ഗൈസ്. ഹായ്. സമയം 6:15 ഗൈസ്. 6:15 കൂടെ വെയിലാണ്. ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മളിവിടെ ഉണ്ട്. എവിടെ നിന്നറിയോ, നമ്മളെ പ്രാ പോലെ പ്രാൻ്റെ അടുത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങളാ ഉണ്ടായിണ്ട കാർ ഉണ്ടായി. ആ ലോങ് വ്യൂ കാണുന്നതാണ് ഗൈസ് നമ്മളെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റ്. നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്. നമുക്ക് ഈ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്ന് നേരെ ഒരു കയറ്റം കയറി ഇറങ്ങിയാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തും ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം 2 കിലോമീറ്റർ 200 മീറ്റർ ആയി ഗൈസ്. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തും. ഓക്കെ, അപ്പോൾ നമ്മളെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നോക്കി പോവുകയാണ് നമ്മൾ. ഇനി 1 കിലോമീറ്റർ വാക്കിംഗ് കാണിക്കാണ്ട്. ഓക്കെ, വോക്സ്വാഗൺ പോളോ GTI. ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. അതായത് നമ്മളെ ബാംഗ്ലൂരൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾ പെർ ഡേ ഓൾമോസ്റ്റ് 30 യൂറോ. ഇത് നമ്മളെ ഇവൻ്റെ വണ്ടിയായിരുന്നല്ലോ, ഇവരെ വണ്ടിയായിരുന്നല്ലോ. നമ്മളെ കൂടെ കോഡ് 95 ഒരാളുണ്ടായിരുന്നു, വിനു ആൻഡ് ജിൻഡോ ജോസ്. അവരെ ഓണറാണത്. അതായത് ഇവിടെ വില്ലേജിൽ അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് ഒരു 15 ട്രക്ക് ഓൺ ചെയ്യുന്ന കമ്പനി ഉണ്ട്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവരെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മളെന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ശമ്പളം കൂടുതലൊന്നുമില്ല, ഏകദേശം 1500 യൂറോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു വില്ലേജ്, ബിക്ക് കഴിഞ്ഞ അടുത്ത വില്ലേജാണ് വെളിക്കി ഗാബർ എന്ന് പറഞ്ഞ വില്ലേജ്. ഈ വില്ലേജിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമുക്ക് കാർ റെൻ്റ് ഔട്ട് ചെയ്യാം. അതായത് 24 മണിക്കൂറിന് നമുക്ക്
30-40 ബിറ്റ്വീനാണ് യൂറോസ്. നമുക്കതിൽ 300 കിലോമീറ്റർ കവർ ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടുന്ന് ജർമ്മനി പോകണമെങ്കിൽ ജർമ്മനി, ഓസ്ട്രിയ, അങ്ങനത്തെ നിയർ ബൈ ആയിട്ടുള്ള ഇറ്റലി, ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മളെ ഇന്ത്യൻ ലൈസൻസും TRCൻ്റെ ഫോട്ടോസ്റ്റാറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും. നമ്മളെ റൂമിലുള്ള പയ്യന്മാരിപ്പം ഇന്നലെ അവരെ പഴയ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. അവർ മാരിബറായിരുന്നു, അതായത് ഓസ്ട്രിയേൻ്റെ അടുത്തായിട്ട് വരും ഏകദേശം. മാരിബർ സ്ലൊവേനിയനാണ്, പക്ഷേ മാരിബർ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ബസ്സിന് പോകാണ്ട് അവർ ഇലക്ട്രിക് കാർ എടുത്തു, റെൻ്റ് ഔട്ട് ചെയ്ത് അവർ പോയി അവരെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇവർ ഈ മതിലിന് പകരം അവർ ചെയ്തേക്കുന്നുണ്ടോ? നേരെ ഈ ജംഗ്ഷനിൽ നേരെ പോവാം, ലെഫ്റ്റല്ല. ഇതാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ. എല്ലാ വീടും ചരിഞ്ഞിട്ടേ കേട്ടോ, പ്ലെയിൻ വാർപ്പില്ല. കാരണം മഞ്ഞ് വരുന്നത് കൊണ്ടായിരിക്കും, ഐസ് വരുന്നതുകൊണ്ട് പ്ലെയിൻ വാർപ്പില്ല. എല്ലാ വീട്ടിലും അതേപോലെ തന്നെ സോളാർ സിസ്റ്റം ഉണ്ട് ഗൈസ്. നേരെ കേട്ടോ, സ്ട്രെയിറ്റാ നമുക്ക് പോകേണ്ടത്. ആ വൈറ്റ് ലൈന് ക്രോസ് ചെയ്യണമെന്നുമാണ് നോക്കണേ. വണ്ടി ബൈക്സ് ഉണ്ട്, ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. ഇത് BMW GS 1200 ആണെന്ന് തോന്നുന്നു. ഇതൊരു സ്കൂൾ ഗ്രൗണ്ടാണ്. ഇവിടെ ഈവനിങ് ഒക്കെ പ്ലേ ഗ്രൗണ്ട്, ഇവർ ഫുട്ബോൾ കളിക്കണം അവിടെ. എല്ലാ ഗെയിംസും ഉണ്ട് കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ട്, അതേപോലെ റണ്ണിങ്. നമുക്കെന്താണ് റണ്ണിങ്. സ്കൂളിൻ്റെ ഗ്രൗണ്ടുമാണ് ഗൈസ്. ലിവിൻ ചേട്ടൻ നല്ല വയസ്സ് തോന്നിക്കുന്നു കേട്ടോ. ലിവിൻ ചേട്ടൻ 29 അല്ല 35 വയസ്സ് തോന്നിക്കുന്നുണ്ട്. സംഭവം 29 വയസ്സേ ഉള്ളൂ, പക്ഷേ മനുവേട്ടൻ്റെ എപ്പോഴും നടക്കുന്നതിനെ കൊണ്ടാണെന്ന് പറഞ്ഞൂടാ. മലയാളികളാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളെ നോക്കുന്നുണ്ട്. ഇനി 650 മീറ്റർ ഗൈസ്. അപ്പോൾ നമ്മൾ ബാർ മറീന. ഇവർക്ക് വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാവരും വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ ബാറ് അങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ ഇവരെ ലൈഫ് സ്പാൻ കൂടുതലാണ് ഗൈസ്. ഹായ് മാം. ഹായ്. 80 വയസ്സ് വരെയൊക്കെ, 80 to 90 ഒക്കെയാണ് ഇവരെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലത് 50 കുറഞ്ഞു എന്നാണ്. നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ അത് കാണും കേട്ടോ, കട്ടൊന്നും ചെയ്യലേ. പോസ് ചെയ്യട്ടെ, അങ്ങനെ എന്താ പറയണ്ടേ പറഞ്ഞോ. കഴിഞ്ഞു നീ പറയണ്ട, റൂമിലെത്തിയിട്ട് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി, അതായത് ഒരു മല കയറി ഇറങ്ങണമെന്ന് ഗൈസ്. അപ്പോൾ ആ മല നമ്മൾ കയറിക്കൊണ്ട് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തും. ആയിരിക്കില്ല. ഈ വീടുകൾ കണ്ടോ, ഭയങ്കര ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവരെ വീടുകളൊക്കെ ഗൈസ്. നല്ല അടിപൊളി ഗാർഡൻ. എല്ലാ വീട്ടിലും ഒരു അടിപൊളി ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ഫാമിങ്ങും, വെജിറ്റബിൾസ്, മുന്തിരി, ആപ്പിള്. ഓക്കെ, വാട്ട് പറഞ്ഞോ. സ്ലൊവേനിയൻ നീലക്കുറിഞ്ഞി. ഓക്കെ, അടുത്ത എന്താ എല്ലാം പറയൂ. ഈവനിങ് സൈക്കിൾസ് ഉണ്ട് ഗൈസ്. ഫാമിലി ആയിട്ട് അവർ സൈക്കിളായിട്ട് പോവാണ് ഗൈസ്. ഗാർഡൻ കണ്ടോ, നമ്മളെ റോസാപ്പൂ, ചെട്ടിപ്പൂ, നീലക്കുറിഞ്ഞി. എന്താ ഇതെന്ന സാധനം? വൈദ്യന സംതിങ്. അതൊന്നും ഇതിൽ പറയല്ല ആശാനെ. നോ കട്ടിങ് ആൻഡ് എഡിറ്റിംഗ്. നോട്ട് ലൈവ്, ഐ വിൽ അപ്ലോഡ്. മലയാളികളല്ലേ അങ്ങനെ വലുതും പറയും. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഒരു വീടും സെറ്റപ്പും. അങ്ങനെ നമ്മൾ
ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. നമ്മൾ നടക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം വാക്ക് ചെയ്യുന്നവർക്ക്, അതായത് നടക്കുന്നവർക്കാട്ടോ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, പ്രയോറിറ്റി. വണ്ടികളൊക്കെ എന്ത് തിരക്കാന്ന് പറഞ്ഞാൽ അവർ വാക്ക് ചെയ്യുന്ന ആരെങ്കിലും സീബ്രയിലോ കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ അവരെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനും പ്രയോറിറ്റി ഉള്ളൂ. ഫോർഡ് ഫിഗോ. ഇതൊരു കപ്പേളയാണ് ഗൈസ്, കപ്പേള. അതായത് ഒരു കുറേ വീടുകളുണ്ട്, അതിനനുബന്ധിച്ചായിട്ട് ഒരു കപ്പേള. കപ്പേള ഇംഗ്ലീഷ് എന്താ ശിയാവുക? ഇതാണ് കപ്പേള. എന്നാ മാപ്പ് പിടിക്കും, നിങ്ങൾ നോക്കത്ര ദൂരം ഉണ്ട് നോക്കുക ശിയാവുക. ഇതാ മാപ്പ് തന്നെ ഫോണിൽ. നമ്മൾ നടന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ അതായത് ഒരു ഗ്രാമം അല്ലേ, ഗ്രാമല്ലേ, 100 മീറ്റർ. നമ്മളൊരു വീടൊക്കെ ഉള്ളൊരു നമ്മളെ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ എടുത്ത് നടന്നു കേട്ടോ. ഇനി നമുക്കൊരു 250-300 മീറ്റർ കൂടി ഉള്ളൂ. എന്താണ് ഗാർഡനിങ് സിസ്റ്റം ഭയങ്കര, എല്ലാ വീട്ടുകാരും ഭയങ്കര ഗാർഡൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യും. ഡാഡിയും മോളും ചില്ല് ചെയ്യാണ്. നേരെ തന്നെയാണ്. കിയ കാർസ്, ടൊയോട്ടയുടെ കാറുണ്ട്, RAV4. യെസ് പറയൂ. ഇതിൽ ട്രെയിലർ കൊണ്ടുപോകാൻ പറ്റില്ല. ട്രെയിലർ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രശ്നം ഈ റോഡിലൊന്നും ആലോചിച്ചില്ല. അവിടെ വാണി അങ്ങനെ നമ്മളൊരു മല കയറി ചെരിവ് ഇറങ്ങുകയാണ് ഗൈസ്. തിരിച്ചു അത് മെല്ലെ കയറി. നിങ്ങൾ തിരക്കിട്ട് കയറണ്ട, സമയം എടുത്ത് കയറിയാൽ നിങ്ങൾ. ഷിയാബ്ക്ക നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ്. ഷിയാബ്ക്കായ്ക്ക് മടിയാണ്, നടക്കാനൊക്കെ മടിയാണ്. നമ്മൾ നിർബന്ധിച്ചാണ് ഷിയാബ്ക്കാനെ കൂടെ എക്സസൈസ് ചെയ്യാൻ നടത്തിക്കുന്ന ദിവസവും ഗൈസ്. അതിനുള്ള ക്രെഡിറ്റ് മനുവേട്ടന് കൊടുക്കണം. മനുവേട്ടനാണ് എല്ലാ ദിവസവും ഷിയാബ്ക്കാനെ കുത്തിപ്പോക്കി നടത്താനും ഇതിനൊക്കെ കൊണ്ടുപോകുന്നത്. ഇതാണ് മനുവേട്ടൻ. ഷിയാബ്ക്കാനെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ മനുവേട്ടനാണ് ഷിയാബ്ക്കായ്ക്ക് ഡെയിലി എക്സസൈസിന് വേണ്ടി നടത്താൻ കൊണ്ടുപോകുന്നത് ഗൈസ്. ഇതാണ് കാരണം ഒരു നമ്മളെ ഷിയാബ്ക്ക. അത് പീച്ചാന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ ഞങ്ങൾക്കൊരു ഫ്രൂട്ട് കാണാമല്ലോ, അത് കാണുന്നില്ല. ഒതുങ്ങി. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളൊരു മലഞ്ചേരി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഐസ് വന്നാൽ ഭയങ്കര രസമായിരിക്കും. ഐസ് വന്നാൽ ഭയങ്കര രസമായിരിക്കും ഗൈസ്. ഉണ്ടോ? അത് റെഡി ആക്കിയാലേ നമുക്ക് മാപ്പിൽ നമ്മൾ നടക്കാൻ തുടങ്ങി അങ്ങ് മാറും. കുറച്ച് മുന്നോട്ട് നടന്നാൽ അതിലേക്കും വരും. വന്നോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുണ്ടോ, ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പുള്ള സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷൻ സിറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. റെയിൽവേ ട്രാക്ക് നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട് ഗൈസ്. അതാണ് റെയിൽവേ ട്രാക്ക്. നമ്മളെ നാട്ടിലെ റെയിൽവേ പോലെയല്ല, നമുക്കിവിടെ ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കാം ഗൈസ്. നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറി നമ്മുടെ അടുത്ത് TT വരും. അപ്പോൾ നമ്മൾ ക്യാഷ് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള ടാപ്പ് ചെയ്യാനുള്ള കാർഡ് വേണം, ATM കാർഡ്. അതായത് നമ്മൾ നാട്ടിൽ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ട്രെയിനിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം. ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പോയി നോക്ക്. കുഞ്ഞു ട്രെയിനാണെന്ന് തോന്നുന്നു. ഒരു ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അതിലെ ട്രെയിൻ അത് പോകുന്നു.
ട്രെയിനാണ് ഗൈസ്. ട്രെയിൻ പോകുന്നുണ്ടാവും. നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ട് കാണും കേട്ടോ. ട്രെയിൻ കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് ട്രെയിൻ. അത്യാവശ്യം വൃത്തിയുള്ള ട്രെയിനാണ് നമ്മുടെ നാട്ടിലെ പോലെ. നമ്മുടെ നാട്ടിലൊരു മെട്രോ ആണ്. നമ്മളോട് ഒന്ന് വഴി മാറിപ്പോയി ഗൈസ്. അപ്പം നമ്മൾ അല്ല, അത് അവിടെ സ്ഥലമുണ്ട്, വഴിയുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മളെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ചു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ ഇത് ആപ്പിൾ മരമാണ് ഗൈസ്. ആപ്പിൾ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്കിവിടെ മോർണിംഗ് 8:30, അതേപോലെ രാത്രി 8:30. ലുബ്ലിയാന മാരിബ്രൊക്കെ പോകണമെങ്കിൽ രാവിലെ 8:30 ട്രെയിൻ ഉണ്ട്. അതേപോലെ റിട്ടേൺ 5:30, 8:30 സമയത്തൊക്കെയാണ് നമുക്ക് ട്രെയിൻ അവൈലബിൾ ഉള്ളത്. ട്രെയിൻ ഇതാണെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. നമ്മൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ഓക്കെ, ആക്ച്വലി വഴി ഇതാണ്. പക്ഷെ ഇതാണ് വഴി. അല്ല, ഇനി നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപോകാം. അവിടെ ഒരു ട്രക്ക് പാർക്കിംഗ് ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത്രയും സെറ്റപ്പ് ഉള്ളു ഗൈസ്. ഒരു ചെറിയൊരു റൂമും ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാവും. ഇവിടെ നമുക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാൻ, സൈക്കിൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കാർ പാർക്കിംഗ് ആയിരിക്കും ഈ കിടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റെയിൽവേയിൽ ഇങ്ങോട്ട് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു ഗൈസ്. ഇതാണ് സാർ ഗാബർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് ഗാബർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എനിക്ക് ചെറിയ സമയത്തെ ട്രെയിൻ നിർത്തുന്നുണ്ടാവുള്ളൂ, 2-3 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. ഇതാണ് ഒരാളുണ്ട് കേട്ടോ, സംബഡി ഈസ് ദർ. തോന്നുന്നു ഇവിടെ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഞാൻ വീഡിയോ എൻ്റെയാണ്. നമ്മൾ അവിടെ നിന്ന് 3 കിലോമീറ്റർ 200 മീറ്റർ, അത് 3.2 കിലോമീറ്ററാണ് നമ്മളെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നടന്നു വന്നതാണ്. നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ പോവാണ്, ബിക്കിലേക്ക് പോവാണ്. ബിക്ക് ടു ഗാബർ റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. ഗാബർ